ഹലോ ഗേയ്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ. ചെറുതായി മുറിച്ച് വെച്ച മാങ്ങ, 1/2 കിലോ മാങ്ങ മേടിച്ചിന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. നാളെ അച്ചാറാക്കാം. ഞാൻ ഇന്നലെ മുറിച്ച് ഉപ്പിലിട്ട് വെച്ച മാങ്ങ നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് അരച്ച് ചേർക്കാം. ഇത് നല്ല അടിപൊളി അച്ചാർ ഉണ്ടാക്കാം. ഈ ഉപ്പ് വെള്ളം ഊറ്റിയെടുക്കണം. ഈ ഉപ്പ് വെള്ളത്തിൽ വേണം മുളക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതും മുളകും കൂടിയിട്ട് അരച്ചെടുക്കും. 1/2 കിലോ മാങ്ങയാണിത്. 1/2 കിലോ മാങ്ങക്ക് ഞാൻ ഇത്ര പോരെ മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഈ മുളക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് മുളക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. മുളക് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ പച്ചവെള്ളം കൂട്ടാൻ പാടില്ല. പിന്നെ ആ മാങ്ങയിലെ വെള്ളം കൂട്ടാം. അത് തികഞ്ഞിട്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കാം, എന്നിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. മുളക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർക്കുന്നതനുസരിച്ചിട്ട് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കടുക് നല്ലോണം അരഞ്ഞു വരാൻ പാടില്ല. മുളകും കടുകെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ ജാറെല്ലാം കഴുകി എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അച്ചാറെല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ നാളേക്ക് കുറച്ചും കുറുകി വരും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയാലും കുഴപ്പമില്ല എന്ന്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഉലുവപ്പൊടിയും 1 സ്പൂണ് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവപ്പൊടിയാണ്. ഇതുപോലെ മുളക് അരച്ചിട്ട് അച്ചാറുണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും ഉലുവപ്പൊടി, കടുക് എല്ലാം ചേർത്ത് കൊടുക്കണം. എന്നാലേ ആ നല്ല പഴയ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കായം കൂടി ചേർത്ത് കൊടുക്കും. കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോ നോക്കിയിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് അത്യാവശ്യം നല്ല പുളിയിലെ മാങ്ങയാണ്. പിന്നെ മാങ്ങ പുളി കുറവുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, മാങ്ങക്ക് അത്യാവശ്യം പുളിയുണ്ട്. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഭരണിയിലോ ബോട്ടിലോ ഒഴിച്ചു നോക്കാം. ഇത് നനഞ്ഞ പാത്രത്തിലൊന്നും എടുക്കാൻ പാടില്ല. സ്പൂണും പാത്രം ആയാലും നനഞ്ഞതിലൊന്നും ആക്കിയാൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും, മോശമായി. ഞാൻ മാങ്ങ മുറിച്ച് ഉപ്പിലിട്ട് വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ അച്ചാറെല്ലാം മാറ്റുന്നുണ്ട്. അച്ചാർ ഞാനൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി മറ്റന്നാൾ ഓണത്തിനാകുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരും. എൻ്റെ ഓണത്തിൻ്റെ അച്ചാറെല്ലാം റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റിലെ അച്ചാറാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. പഴയ കാലത്തിൽ ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ അതേ ടേസ്റ്റാണ്.